ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഒരുപാട് വിദേശികളെ ആകർഷിക്കുന്ന ഒരു ബീച്ച് കൂടിയായിരുന്നു. മണ്ണപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന കപ്പിൾസ്, സന്തോഷം കൊണ്ട് ഇങ്ങനെ ഓടിത്തിരഞ്ഞ് നടക്കുന്ന കുട്ടികൾ, അവരുടെ പാരൻസ്, ഫാമിലി, പിന്നെ ഇതാ ഒരുപാട് കച്ചവടക്കാർ, ഒരു സൈഡിൽ കുതിര സവാരി. കൊണ്ടുപോയി റോഡടിച്ചിട്ടുണ്ട്. നല്ല കുതിര, നല്ല സ്റ്റൈലൊക്കെ ആയിട്ടുള്ള കുതിര, കുതിരയും കുതിരയുടെ ആള് അല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വർക്കല ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ്. അതായത് വർക്കല ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു വഴിയിലായിട്ടുള്ള ഒരു ക്ഷേത്രവും കാര്യങ്ങളും വരുന്നുണ്ട്, ഒരു കുളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഈവനിങ് മൂഡിലാണ്. എന്തായാലും ഈ ഒരു ഈവനിങ് മൂഡിൽ നമുക്ക് വർക്കല ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് അടിച്ച് പൊള്ളിച്ച് മുന്നോട്ട് പോകാം, കാണാം കാഴ്ചകൾ. ബാ. ഗൈസ്, അപ്പോൾ നമ്മൾ വർക്കല ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് തിരക്കൊന്നുമില്ല, ചെറിയൊരു തിരക്ക് തന്നെ ഉള്ളൂ. ഇനി ആ ഒരു സൺസെറ്റിൻ്റെയൊക്കെ സമയമാകുമ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ വരുന്നു തോന്നുന്നു, അത്യാവശ്യം തിരക്കൊക്കെ ആവുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം ക്രൗഡ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരറ്റത്തു നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം. അവിടെ ആ ബബിൾസും കാര്യങ്ങളൊക്കെ പരത്തി വിടുന്ന ഒരുത്തനെ കണ്ടില്ലേ, അവനാണ് ഇന്നത്തെ നമ്മളെ ഹീറോ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നിന്നിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബബിൾസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അതിലാവൻ പറഞ്ഞു ഷൂട്ട് നെയ് കരുതിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു, ബബിൾസ് കാര്യങ്ങൾ. ഞാൻ ചോദിച്ചു, നിന്നെ ആരെ ഷൂട്ട് ചെയ്ത്? നിന്നെ ഷൂട്ട് ചെയ്യാൻ നീ ഷാറുഖ് ഖാനൊന്നുമല്ലല്ലോ, നിന്നല്ലേ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ കാര്യങ്ങളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അല്ല, അത് അവനെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഞാനിവിടെ വന്നത്. അതവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നൈസായിട്ട് അവൻ്റെ ജാടയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടോന്ന് അറിയില്ല. എന്തായാലും അവർ നൃത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അല്ല, ഈ വില്ലേജിൽ എന്തിനേലൊക്കെ ആവട്ടെ, നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. നല്ല കാറ്റാണ്, നല്ലൊരു സായന്തന വേളയാണ്, സൺസെറ്റിന് സമയമായി വരുന്നുണ്ട്. നമ്മളെന്തായാലും ഇന്ന് വർക്കല ബീച്ചിൽ സൺസെറ്റ് കണ്ടിരിക്കും. നമുക്ക് തിരിച്ചു പോയിട്ട് ആ ഒരു വഴി ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് പോവുക. അവിടെ എന്തായാലും നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. എന്താണ് അവിടെ കാണാനുള്ളത്, ഇവിടത്തേക്കാൾ എന്താണ് പ്രത്യേകതകളുള്ളത്, ഒന്ന് പോയി നോക്കാം. എന്നിട്ട് വന്നിട്ട് കുതിരസവാരി പോകാൻ പറ്റിക്കഴിഞ്ഞാൽ കുതിരസവാരി പോവാം. നല്ല രീതിക്ക് ബാർഗൈനിങ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത്യാവശ്യം റേറ്റൊക്കെ പറയും. ഭ്രാന്ത് പിടിച്ച കുതിരകളാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. വെറുതെ എന്തിനാലേ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങുന്നത്. കണ്ട, അവൻ പെട്ടു. അവൻ കുതിരയുടെ ആളാണോ ഞാൻ ആരാണെന്ന് അറിയില്ല, അവൻ ഗൈഡാണെന്ന് തോന്നുന്നു. കുതിരക്ക് പ്രാന്തായി. വേണ്ട ഗൈസ്, നമ്മൾ ഒഴിവാക്കി, നമ്മൾ കുതിരസവാരി ഒഴിവാക്കി. പ്രാന്തായ 2-3 കുതിരകളെ തോന്നുന്നു. ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു തീരത്തായിട്ട് ഈ ഒരു സൈഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീ ഫുഡ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന, കണ്ടില്ലേ, ടൂറിസ്റ്റുകൾ അവിടെ ഇരുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺസെറ്റിനെ വരവേൽത്തുകൊണ്ട് നല്ല രസമായിരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു തീരം ലക്ഷ്യമാക്കിയിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ സൈഡ്. ആ തിരക്കും കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തിരക്കായിട്ടൊക്കെ തോന്നും, പക്ഷെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര വലിയ ആളുകളൊന്നുമില്ല. അവിടെ ഉള്ള അതേ ആളുകൾ തന്നെ ഇവിടെയുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് അവസ്ഥ. എന്തായാലും ആ ഒരു അറ്റം വരെ പോയി നോക്കാം. അവിടെ നല്ല പൊടിയൊക്കെ പാറിച്ചിട്ട് എന്തൊക്കെ കിണ്ണം കാഴ്ച എപ്പിസോഡുകളൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. നോക്കാം, പോയി നോക്കാം. വർക്കല ബീച്ചിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. കോവളത്തൊക്കെ പോയിട്ടുണ്ട്, അവിടുത്തെ ഒരു സൺസെറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ വർക്കല ബീച്ചിൽ ഫസ്റ്റ് ടൈമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ആർക്കും കടലിലേക്ക് ഇറങ്ങാൻ ഇവിടെ പെർമിഷൻ ഇല്ല. ആ ഒരു അറ്റത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കണ്ടോ, ഒരുത്തനാണ് അവിടെ വന്നിട്ട് ഫോട്ടോ കാര്യങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു ബോർഡറിന് അപ്പുറത്തോട്ട് കയറിയിട്ടുണ്ട്. ആളവിടുന്ന് വിസിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കയറ്റാൻ നോക്കുന്നുണ്ട്. ഞാനെന്തായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല, കാരണം ഇത്ര ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഇവർ കയറ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് 2 സ്റ്റെപ്പും മുന്നോട്ട് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഫോഴ്സിലാണ് തിരമാല വരുന്നത്, ഒരു രക്ഷയില്ലാത്ത ഫോഴ്സിലാണ് വരുന്നത്. ഒരു പക്ഷെ ശാന്തമല്ലാത്തൊരു സമയം ആയതുകൊണ്ടായിരിക്കാം ഒരു കാരണവശാലും അങ്ങോട്ട് കടത്തി വിടാത്തത്.
തോന്നുന്നുണ്ട്. ആരും അങ്ങനെ കുളിക്കുന്നതോ കടലിലേക്ക് ഇറങ്ങുന്നതോ ഈ ഒരു പരിസരത്ത് അങ്ങനെ കാണുന്നില്ല. ആ ഒരു അറ്റത്ത് നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ കുറച്ച് ശാന്തമാണ്. ഇവിടെ കുറച്ച് കടൽ ശാന്തമല്ല. നല്ല ഫോഴ്സിലാണ് തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു തിട്ടിൽ വന്ന് അടിച്ച് കയറുന്നുണ്ട് വെള്ളം. ചില മാലകളൊക്കെ, അതായത് ചില തിരമാലകളൊക്കെ, ആ വരുന്ന തിരമാലയൊക്കെ കണ്ടോ അടിച്ചിട്ട് ഈ ഒരു തിട്ടിൽ വന്ന് അടിച്ച് കയറുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ചെക്കന്മാരവിടെ നൈസായിട്ട് സൺസെറ്റൊക്കെ അല്ലേ, വൈബടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല കിണ്ണം കാച്ച പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ തള്ളി വിടാലോ എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ തുനിഞ്ഞാണ്. ആളെ വന്നിട്ട് ആട്ടി വിട്ടിട്ടുണ്ട് ലൈഫ് ഗാർഡ്സ് വന്നിട്ട്. ഭാഗ്യം എനിക്കതിന് തുനിയാൻ തോന്നിച്ചില്ല. നന്നായി. എന്തായാലും സമയം ഇപ്പോൾ ഒരു 6:30 ആയിക്കൊണ്ടിരിക്കണു. 6:25 ആയിട്ടുണ്ട്. സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ട്. കടലൊരിക്കലും ശാന്തമല്ല. നല്ല ഹൈ ഫോഴ്സിലാണ് തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശാന്തമല്ലാത്ത ഈ ഒരു കടലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഈ ഒരു സായന്തന വേളയിൽ നല്ല അടിപൊളി സൺസെറ്റ് നമുക്ക് കാണാം, കാത്തിരിക്കാം. സംഭവം അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈഫ് ഗാർഡർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ഡേഞ്ചർ ഏരിയ, ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ, ഇവിടെ കുളിക്കുന്നത് അപകടം. പച്ച മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, തമിഴിൽ, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ വ്യക്തമായി വെടിപ്പായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, സൺസെറ്റിനുള്ള ടൈം ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സൺസെറ്റ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സംഭവം ആ ഒരു ചുവന്ന ശോഭ പരത്തിക്കൊണ്ട് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് കാർമേഘങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാർമേഘങ്ങൾ ആ ഒരു സൺസെറ്റിനെ മറച്ചുകൊണ്ട് ഈ ഒരു വർക്കല ബീച്ചിൽ നിന്നും നമുക്ക് സൂര്യാസ്തമയം ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. സൺസെറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പോയിന്റിൽ തന്നെ നല്ല കാർമേഘങ്ങളുണ്ട്. ഇന്ന് രാത്രി നല്ലൊരു മഴക്കുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും സൺസെറ്റ് ഈ ഒരു രീതിക്ക് കാണാനാണ് നമുക്ക് യോഗ ഉണ്ടായത്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു ഗൈസ്. ആ ഒരു പോയിന്റ്, സൺസെറ്റ് പോയിന്റ് കാണാൻ നമുക്ക് പറ്റിയില്ല. നമുക്ക് എന്തായാലും തിരിച്ചു പോകാം, വന്ന വഴിയെ തിരിച്ചു പിടിക്കാം. ആ പ്രാന്ത് പിടിച്ച കുതിര ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് 4 റൗണ്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ചെറിയ പേടിയൊക്കെ ഉണ്ട്, നോക്കാം. പറ്റി കഴിഞ്ഞാൽ കയറാം. നമുക്ക് എന്തായാലും റിസ്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമുള്ള പരിപാടിയാണല്ലോ, ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ. അതിന് വല്ല വകുപ്പുണ്ടോ നോക്കാം. നമുക്ക് എന്തായാലും ആ ഒരു സൺസെറ്റിൻ്റെ പോയിന്റ് കാണാനൊന്നും പറ്റിയില്ല. ഇതാ ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഈ കാണുന്ന പോലെ നല്ല ചെറുതായിട്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. സൺസെറ്റ് ആയി കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ചു, അത്യാവശ്യം ഒന്ന് ഇരുട്ടായി വരുന്നുണ്ട്. അത് വേറൊരു കുതിരയുണ്ട്. ആ കുതിര പോട്ടെ, നമുക്ക് ഇവനൊന്നും ഡീലാക്കാൻ പറ്റുമോ? ഇതൊരു പാവാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അലമ്പുകളൊന്നും കാണിക്കില്ല എന്ന് തോന്നുന്നു. അപ്പം നൈസായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. 100. ഓക്കെ ഗൈസ്, നമ്മൾ ഈ കുതിരനെ ഡീലാക്കിയിട്ടുണ്ട്. മറ്റേ കുറച്ച് ചൊറയാണെന്ന് തോന്നുന്നുണ്ട്. ഇവനാണെങ്കിൽ കുറച്ച് സൈലൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. എന്തായാലും ബാഗൊക്കെ കൊടുക്കട്ടെ, ബാഗൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കാം. ഒന്ന് കയറാല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? അപ്പം എന്തായാലും കുതിരപ്പുറത്തുള്ള സവാരിയാണ്. രാജാവിനെ പോലെ മണൽ. അവിടെ ഞാൻ അങ്ങനെ പിടിച്ചാൽ മതിയോ? ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പിടിച്ചാൽ പോവാ. ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ആനങ്ങാനൊക്കെ തുടങ്ങിയിട്ട് ഇവിടുത്തെ ഒട്ടകത്തിൻ്റെ മേലെ കയറിയ പോലെ ഉണ്ട്. ഇതെങ്ങനെ നടക്കുന്നുണ്ട്? ഇതെന്തെങ്ങനെ നടക്കുന്നു? ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഓടണ്ട എന്നെ പോയാൽ മതി. ഓടിക്കലൊന്നും വേണ്ടട്ടാ. ഷൂട്ടിങ് നടക്കില്ല. ഓടിക്കാം, നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊന്ന് ഓടിക്കാം. ഒന്ന് കൊണ്ടുപോയി റൗണ്ട് അടിച്ചിട്ടുണ്ട് വന്നു. നല്ല കുതിര, നല്ല സൈലൻ്റ് ആയിട്ടുള്ള കുതിര. കുതിരയും കുതിരയുടെ ആള് അല്ലേ? സൈലൻ്റ് അല്ലേ? എന്തായാലും ഞാൻ കയറിയപ്പോൾ അത്യാവശ്യം സൈലൻ്റ് ആയിരുന്നു.
ഒരു ഒട്ടകപ്പുറത്തൊക്കെ കയറിയൊരു ഫീൽ ഉണ്ട്. അറിയുന്ന ആളെ വണ്ടി കയറിയാലോ. അപ്പൊ ഇറങ്ങാം വിട്ടോ സീനില്ല. എന്റെ പേരെന്താ? ഇർഫാൻ. സ്ഥലം എവിടെ? ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ ശരി, ഒന്ന് പോട്ടെ. അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ വർക്കല ബീച്ചിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചാനലൊക്കെ ഒന്ന് അടിച്ച് മിനിച്ച് പൊളിച്ചെടുക്കുക. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.